ചെറിച്ചില്ല, അതാണല്ലോ ഇങ്ങനെ മാന്തണ. ഞാൻ സംസാരിക്കണ നിഷനെന്താ ഒന്നും മിണ്ടാത്ത? ഞാനെന്ത് മിണ്ടാനാണല്ലേ? നിങ്ങൾക്ക് പരിചയമുണ്ടോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചല്ലേ, അല്ല കോളേജിൽ പഠിച്ചല്ലേ? അല്ലടാ അതല്ല, സുഷമയായിട്ട്. സുഷമേ? ആ, ചെറിയൊരു പരിചയം. അല്ല, നീ ഇപ്പൊ ഇതുവരെ പറഞ്ഞു കൊടുത്തില്ലേ? ഞാനത് എന്ത് പറയാൻ ഇവക്ക് ഞാൻ പറയാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് എന്തിനാണ് വെറുതെ? ഞാൻ പറയാം. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചല്ലേ. എന്റെ ജൂനിയർ ആയിരുന്നു നിഷൻ. ജൂനിയർ ആയിരുന്നു, 1 വയസ്സിന്റെ ഗ്യാപ്പ്. നമ്മൾ എന്നാ ലാസ്റ്റ് സംസാരിച്ചെന്ന് നിഷൻ ഓർമ്മയുണ്ടോ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ ആരുമില്ല, നീ ഒന്ന് വാ. വീട്ടിലാരുമില്ലേ? എടി, വീട്ടിലാരുമില്ലാണ്ട് ഞാനങ്ങോട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഓ എടാ മരപ്പൊട്ട, നീ വരുന്നോട്ടെങ്കിൽ വാ. ഞാൻ വരാം. ഇല്ല, എനിക്ക് ഓർമ്മയില്ല, അങ്ങോട്ട് കിട്ടല്ല. അത് ഭയങ്കരമായിട്ട്. ഞാൻ പറയാം. അത് എന്തിനാണ് വെറുതെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു? കോളേജില് ഫെയർവെല്ലിന്. കോളേജ് ഫെയർവെല്ല്? അയ്യോ, ഞാൻ അന്ന് വെള്ളമടിക്കാത്തോണ്ട് ഞാൻ അടിച്ച് പൂസായി ബോധം കിട്ടി. എന്താ ചായ എടുക്കാൻ പറഞ്ഞു? എന്റെ പൊന്നു സുഷമ്മ, നീ എന്തിനാണ് ഇങ്ങനെ ഒച്ചെടുക്കണത്? എന്റെ നെഞ്ചിന്റെ അകത്ത് കയറിന്നാണ് സംസാരിക്കണത്. ശരി, പോയി ചായ എടുക്ക്, ഞാനും വരാം. ചേട്ടൻ ഇവിടെ ഇരിക്കും, ഇവർക്കൊരു കമ്പനി കൊടുക്കുക. അല്ല, അതിന്റെ സംസാരിക്കാം. ഞാനിപ്പോ വരാട്ടോ, ചായ എടുക്കട്ടെ. ഞാനും പോയിട്ട് വരാം. നീ വന്നേ. എടാ, നീ അവളെ എങ്ങനെ കിട്ടിയത്? അവളെ നമ്മുടെ സീനിയർ അല്ലായിരുന്ന? പിന്നെ നിങ്ങൾ തമ്മിൽ കോളേജ് ഒരു പ്രാവശ്യം പോലും മുന്നേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവളുടെ ഒരു സ്റ്റാറ്റസ്, എന്ത് വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതെന്ന്. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് പിന്നെ ഒരു സ്റ്റാറ്റസ്, എന്താ വരുവാനില്ലാരും ഈ വിജനമാമി വരും. ഓ ക്രിഞ്ചി. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് പിന്നെ ഒരു സ്റ്റാറ്റസ്, എന്ത് ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിൻ്റെ കുത്തലാണ്, അല്ല വിങ്ങലാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഏതൊരു പരമനാറി അവളുടെ അടുത്ത് വരാന്നോട്ട് പറഞ്ഞു. എടാ, നാളെയൊന്നും വിളിക്കല്ലേ, നമുക്കറിയില്ലല്ലോ അവൻ ഏത് സിറ്റുവേഷനിലായിരുന്നു. ഞാൻ പറയാം, ഇക്കുള്ള വിഷമമുണ്ട്. ബാക്കി പറ. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ അവൾക്കൊരു മെസ്സേജ് അയച്ചു. അവൾ തിരിച്ചൊരു മെസ്സേജ് അയച്ചു, വീട്ടിലാരുമില്ല, 1-2 പറഞ്ഞിരിക്കാൻ താല്പര്യമുണ്ട്, വീട്ടിലേക്ക് വരാം. ഞാൻ ഇല്ലാത്ത ഗ്യാപ്പിൽ വേറൊരുത്തനെ വിളിച്ച് കയറ്റിയേക്കണം. എന്താ? ഒന്നുമില്ല, പറ, ബാക്കി പറ. അപ്പം ഞാൻ നൈസായിട്ട് അവളുടെ വീട്ടിൽ പോയി. ഞങ്ങൾ ഇങ്ങനെ 1-2 പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കണായിരുന്നു. ബാക്കി ഞാൻ പറയാം. അങ്ങനെ 1-2 പറഞ്ഞ് മിണ്ടിയിരിക്കുമ്പോഴത്തേനും കഥയിലൊരു തട്ട് കേൾക്കുന്നു. അപ്പോൾ അവൾ നിൻ്റെ അടുത്ത് പറയുന്നു നേരെ കട്ടിൻ്റെ അടിക്കൽ ഒളിക്കാൻ. അങ്ങനെ നീ അവൾ പറഞ്ഞത് കേട്ട് കട്ടിൻ്റെ അടിക്കൽ ഒളിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും അവളുടെ അച്ഛനും ആങ്ങളവാനും പിന്നെ കുറച്ച് കുറച്ച് നാട്ടുകാരും കൂടി അകത്ത് കയറി വരുന്നു. അതെ, അവളോട് ചോദിക്കുമ്പോഴത്തേനും അവൾ ഒന്നും അറിയാൻ പാടാത്ത പോലെ ഇരുന്ന് മോങ്ങുന്നു. നിന്നോട് ചോദിക്കുമ്പോഴത്തേനും എന്ത് പറയും? കൈ മലർത്തി കാണിക്കുന്നു. അങ്ങനെ മലർത്തിയ കൈ അവർ പിടിച്ച് തിരിക്കുന്നു. ചേട്ട നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നു. കണ്ണ് തുറക്കുമ്പോൾ കയ്യിലൊരു പൂമാല. അതെ, ഇതൊക്കെ നിനക്ക് മനസ്സിലായി? ഒരു മാറ്റമില്ല, സെയിം ഡിറ്റോ. ഓ, നമ്മുടെ ഡിറ്റോ പറഞ്ഞ ആളല്ലേ? അതൊക്കെ പോട്ടെ, ലൈഫ് എങ്ങനെ പോകുന്നു? 3 നേരം മുടങ്ങാണ്ട് കിട്ടുന്നുണ്ടല്ലേ? ഇപ്പോഴാണ് ഒരു സമാധാനമായത്. വാ, ചായ കുടിക്കാം. അപ്പൊ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ? ചെറുതായിട്ട്. ഒരു ദിവസമേ ചേട്ടൻ വണ്ടി എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഒരു ഭ്രാന്തൻ വഴി വെച്ച് താക്കോട് നെടുപറിച്ചിട്ട് ഓടി. ചേട്ടൻ കുറേ പുറകെ ഓടി. എന്നിട്ട് ഓടി തളർന്നപ്പോഴാ എന്നെ കണ്ടത്. അപ്പോൾ കണക്ഷൻ ബസ് കിട്ടുന്ന സ്ഥലം വരെ ലിഫ്റ്റ് വരുമോ? എന്നിട്ട് കണക്ഷൻ ബസ് കിട്ടിയായിരുന്നോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനായി. അതെ, എനിക്കെന്തോ ഞാൻ ഈ വീട്ടിലെ മുമ്പ് എപ്പോഴോ വന്ന പോലെ ഒരു തോന്നല്. വരാൻ വഴിയില്ല, ഞാൻ തന്നെ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നേ. തോന്നല്. അതായത് നമ്മളിപ്പോഴേ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ ആ സ്ഥലത്ത് വന്ന ഒരു ഫീല് നമുക്ക് കിട്ടാറില്ലേ? DJ ബാബു. ദേജാവു ആണോ? ഡേജാവു, അത് തന്നെ. സുഷമ്മേ, അല്ല എൻ്റെ സുഷമ്മേനെ വിളിച്ച. അതെ, അവർക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ടാവും. വേഗം ചായ ഉണ്ടാക്ക്. അവരൊന്ന് വന്നല്ലേ ഉള്ളൂ, നാളെ പോയാൽ മതി. നാളെ പോകാൻ കുഴപ്പമില്ല. നിങ്ങൾ വന്നേ സുഷമ്മ, ചായ നോക്കണം. ഞാൻ എപ്പോഴും ജസ്റ്റ് 5 minutes. വന്നേ. എന്താ ചേട്ടാ? വന്നേ, ഇങ്ങോട്ട് നിന്ന്.
എടി നീ ഇത് എന്ത് പരിപാടി കാണിക്കണം? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നടന്നു പോയിട്ടില്ല. നീ പറഞ്ഞു വിടാൻ നോക്കാം, അവർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെയൊന്നുമില്ല. എടി അവള് പറഞ്ഞു കേട്ടോ അവർക്ക് എന്തോ ഡീജാവ് ഉണ്ടെന്ന്. അതിനെന്താ? അതിനെന്താന്നടി അങ്ങനെയുള്ളവർക്ക് ഭ്രാന്ത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവൾ പറഞ്ഞു കേട്ടില്ല, അവൾ ഓൾറെഡി ഈ വീട്ടിൽ വന്നൊരു ഫീലുണ്ടെന്ന്. കുറച്ച് കഴിയുമ്പോൾ പറയും ഈ വീട് അവളുടെ ആണെന്ന്. പിന്നെ ചിലപ്പോൾ അവൾ പറയും ഞാൻ അവളുടെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞു കളയും. പിന്നെ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ടായ ചരിത്രമുണ്ട്. അയ്യോ ചായ കളിച്ച് ഞാൻ പോട്ടെ. ചേട്ടാ സമാധാനിക്കാം. എൻ്റെ പൊന്നെ ഈശ്വരൻ എന്നുള്ള ബൂമറാങ്ങ പറഞ്ഞു വിട്ട സാധനങ്ങളെല്ലാം കറക്കി തിരിഞ്ഞ് എൻ്റെ തലയിലേക്ക് തന്നെയാണ് വരുന്നത്. അൽമാരകത്ത് നായതോടത്ത് പണി തുടങ്ങാം. ദൈവമേ, ഉപയോഗിക്കാണ്ട് വെച്ച് ടൈം മെഷീൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോയെന്ന് തോന്നണേ. ഇപ്പോൾ സമയം 11:21. അടുത്ത മണിക്ക് 11 മണിക്ക്. അപ്പോൾ 9:30 ആകുമ്പോഴത്തേനും ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഭാര്യം കൊണ്ട് എങ്ങോട്ടെങ്കിലും എസ്കേപ്പ് അടിക്കണം. ഓൾറെഡി ഡേജാവും വീണ്ടും വന്നേക്കണം എന്നെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട്. അയ്യോ ദൈവമേ കൊന്നവളാ. ദേവൻ നീ ഇതിവിടെ ഇരിക്കട്ടെ. ടൈം മെഷീനാ ഇത്? കണ്ടിട്ട് ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ച പോലെ ഉണ്ടല്ലോ. ഇനി ഇവൻ പറയുന്ന കേട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്താലാ? ഇത് ഡേറ്റും ടൈമൊക്കെ മാറിക്കിടക്കുവാണല്ലോ. എടോ താനൊന്നിങ്ങ വന്നേ. അതെ വന്നേ. മാറിയൊക്കെ തോണേ ഇന്ന് എന്തിനാണ് ഓടിക്കാൻ പോണത്? ഞാൻ അടുത്ത. അയ്യോ കൈക്കെന്ത് പറ്റി? ആ വാച്ച് ഒന്ന് കാണിച്ചേ. വാച്ച് അല്ല വാച്ച് ഇതത് തന്നെ. അതെ ഒന്നിവിടെ വന്നേ. ആ അതെ വന്നു. ആ എന്തായി? അതെ ഇതൊന്ന് കൊണ്ടുപോയി അടുക്കളയിലൊന്ന് വെച്ചേക്കണം. പിന്നെ പുറത്ത് തുണി വിരിച്ചിട്ടിട്ടുണ്ട്, മഴ വരുന്നുണ്ട്. ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയിട്ട് എടുത്തു. അത് ഞാൻ എടുത്ത് വെച്ചേക്കാം. നീ ഫുഡ് എടുത്തായിരുന്നോ? ഞാൻ ഫുഡൊക്കെ എടുത്തു. ചേട്ടൻ എന്തെങ്കിലും കഴിക്കണേ? ഞാൻ പിന്നെ വൈകുന്നേരം പോയിട്ട് നേരത്തെ വരാം. ശരി ശരി, നമുക്ക് പുറത്തൊക്കെ ഒന്ന്. ശരി ബൈ. ഓക്കെ ബൈ. ബൈ. വെള്ളം എടുത്ത് വെച്ചേക്കാം. മഴ വരുന്നുണ്ട്, എല്ലായിടത്തും മാറ്റിയേക്കാം. ഈശ്വരാ. എന്താ വേസ്റ്റാ ഇവന്മാര് ഹിന്ദിക്കാര്. ഹിന്ദിക്കാരെ സാല കുത്തേ ഇധർ വേസ്റ്റ് പറമ്പ് നഹീ ഹൈ, ഈ മേരാ ഗർ ഹൈ, ഏക് ഓർ ബാർ ഇധർ വേസ്റ്റ് ആലേ. ആ ഞാൻ വന്ന് ഇടിക്കും. എന്തായിരിക്കും തുറന്നു നോക്കിയാലോ? അല്ലേ വേണ്ട. കാറ്റുമൂളിയോ പ്രണയം നീ തലോടിയൻ ഹൃദയം കേട്ടുണർന്നുവരുന്നത്. ആരെങ്കിലും സമ്മാനം തന്നെ തന്നാണ്. കൊള്ളാല്ല, സമയം ശരിയാണ്, പക്ഷേ ഡേറ്റ് ഇതല്ലല്ലോ. ഇത് എവിടെ നിന്ന് വരുന്നടാ ഈ മാരണങ്ങളൊക്കെ? നടന്ന് മനുഷ്യൻ്റെ ഉപ്പാറുള്ള. ഇനി എങ്ങനെ പോകും ഞാൻ? വല്ല വണ്ടി വണ്ടി ഒന്ന് നിർത്തുവോ? അതെ ഞാൻ അതെ എന്നെ അവിടെ എൻ്റെ വണ്ടി അവിടെ ഇപ്പൊ എനിക്കൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എന്നൊന്ന് അവിടെ ആക്കി തരും. ഒരു എത്തിക്കാൻ വേണ്ടിട്ട് പ്ലീസ് എന്നൊന്ന്. അപ്പൊ അങ്ങത്. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ തേടുന്ന വഴികളിൽ. തേടുന്ന വഴികളല്ല, ഈ വഴി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ താക്കോലും കൊണ്ടൊരു പട്ടി പോയി. എനിക്ക് ആ കണക്ഷൻ ബസ് കിട്ടണ അവിടം വരെ എങ്ങനെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യും പ്ലീസ്. ജീവിത പ്രശ്നമാണ്. ആക്കുവോ? കേട്ടോ
കിട്ടും. കണക്ഷൻ ഇവിടെ വീട് എവിടെ? തോട്ടക്കാട്ടുകാര. ഓഹോ, തോട്ടക്കാട്ടുകര എന്ന് പറയുന്ന ഒരു ഗ്രാമം. ഹായ്, നല്ല വാച്ച്, പച്ച കളർ. താങ്ക്സ്. സിംഗിൾ ആണോ?